UDFിന്റെ മുന്നേറ്റം പ്രവചിക്കപ്പെട്ടതോടെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചകൾ ആ നിമിഷം തന്നെ ആരംഭിച്ചു. ആ ചർച്ചകളിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും എന്ന് വ്യക്തമല്ല. പക്ഷേ ചർച്ചകൾ കോൺഗ്രസിനകത്ത് സജീവമാണ്. UDF അധികാരത്തിലെത്തിയാൽ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് മുന്നിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന പേര് VD സതീശൻ എന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് എന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. അപ്പോൾ ഭരണത്തിന് നേതൃത്വം നൽകാൻ പ്രതിപക്ഷ നേതാവിനെ തന്നെ തിരഞ്ഞെടുക്കണമെന്ന ശക്തമായ വികാരമാണ് പ്രവർത്തകർക്ക് ഇടയിൽ, ഒരു വിഭാഗത്തിൽ പ്രവർത്തകർക്കിടയിലുള്ളത്. VD സതീശനാണ് പട നയിച്ചത്, VD സതീശനാണ് പോർക്കളത്തിൽ മുന്നിൽ നിന്നത്, VD സതീശനാണ് യുദ്ധതന്ത്രം മെനഞ്ഞത്, VD സതീശനാണ് പ്രതിരോധം തീർത്തത്. അപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾ ലക്ഷ്യമിട്ടതും VD സതീശനെയാണ്. പടക്കളത്തിൽ ചോര പൊടിച്ചത് VD സതീശൻ്റെതാണ്. അപ്പോൾ വിജയശില്പി സതീശനാണ് എന്ന് വാദിക്കുന്നു കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം. മുഖ്യമന്ത്രിയാകേണ്ടത് VD സതീശനാണ് എന്ന് അവർ തറപ്പിച്ചു പറയുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ 5 വർഷങ്ങളിൽ സതീശൻ ഉയർത്തിയ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ചയാകുന്നു. ശക്തമായ നിയമസഭാ ഇടപെടലുകൾ ചർച്ചയാകുന്നു. അദ്ദേഹത്തിനെ മുന്നണി ഏത് തരത്തിൽ സ്വീകരിക്കും എന്ന കാര്യം ചർച്ചയാകുന്നു. മാത്രവുമല്ല, മുന്നണിയുടെ മുഖം സതീശനാണ് എന്നിപ്പോൾ ഒരു വിഭാഗം ശക്തമായി തന്നെ പറയുന്നു. അഴിമതി വിരുദ്ധ നിലപാടുകൾ, ഭരണപരമായ വീക്ഷണം, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നൊരു നേതാവെന്ന ഇമേജ്, ഇതൊക്കെ സതീശന് മുതൽക്കൂട്ടാവുകയാണ്. പുതിയ തലമുറയെ പ്രതിനിധീകരിക്കാൻ കഴിയുന്നു എന്നത് VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമാണ്. അപ്പോൾ വികസനവും സുതാര്യമായ ഭരണവും ഒക്കെ നടത്താൻ കഴിവുള്ള നേതൃത്വം ആകും VD സതീശൻ എന്ന വിശ്വാസമാണ് UDFിനകത്ത് ഉയരുന്നത് എന്ന് ഒരു വിഭാഗം വ്യക്തമാക്കുന്നു. അതേസമയം വിവിധ ഘടകകക്ഷികളെ ഒന്നിച്ചു നയിക്കാനും ഏകോപിപ്പിക്കാനുമുള്ള ശേഷി സതീശനുണ്ട് എന്ന കണക്കുകൂട്ടലും ഉണ്ട്. അതുകൊണ്ട് UDF ജയിച്ചാൽ കേരളത്തിൽ സ്ഥിരതയുള്ള, ഉത്തരവാദിത്വമുള്ള ഒരു പുതിയ ദിശ നൽകാൻ കഴിയുന്ന നേതാവായി VD സതീശന് മാത്രമേ ഉയർന്നു വരാൻ കഴിയൂ എന്ന് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം ഇപ്പോഴും തറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ VD സതീശൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. VD സതീശന് അനുകൂലമായ ഫ്ലെക്സ് ബോർഡുകൾ പലയിടത്തും ഉയരുന്നുണ്ട്, ചിലത് എതിർത്തും വരുന്നുണ്ട്. കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. അവിടെ കോട്ടൂർ വയൽ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഫ്ലെക്സ് ബോർഡ് വെച്ചത്. തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രവർത്തിച്ച ഒരു ബൂത്ത് കമ്മിറ്റിയാണ് കോട്ടൂർ വയൽ കോൺഗ്രസ് കമ്മിറ്റിയെങ്കിലും ഫ്ലെക്സ് വെച്ചതിന് ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും അത്തരം ഫ്ലെക്സുകൾ വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. VD സതീശനെ പിന്തുണച്ച് തൊടുപുഴയിലും കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. തൊടുപുഴ, പട്ടയം, കവലയ്ക്ക് സമീപം ടീം UDF എന്ന പേരിൽ ബോർഡുകൾ വന്നു. പട നയിച്ചവൻ നാട് നയിക്കും എന്നാണ് ഈ ഫ്ലെക്സുകളിലെ ഒക്കെ വാക്കുകൾ. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് VD സതീശനെ ഉയർത്തി പറയുന്നു. അങ്ങനെ അഭിവാദ്യം ചെയ്യുന്നു. അങ്ങനെയുള്ള വാക്കുകളാണ് ഈ ഫ്ലെക്സ് ബോർഡുകളിൽ ഉള്ളത്. സംസ്ഥാനത്ത് UDF ഭരണം ഉറപ്പിക്കുന്നു എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ നീക്കം എന്നതുകൂടി ശ്രദ്ധേയമാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൊടുപുഴ നഗരത്തിൽ VD സതീശനെതിരെ വ്യാപകമായി ഫ്ലെക്സുകൾ വന്നു. ആ ഫ്ലെക്സുകൾക്കുള്ളൊരു മറുപടിയാണ് ഇത് എന്ന് വേണം കരുതാൻ. ആദ്യം വന്ന ഫ്ലെക്സുകൾ കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അത് സതീശൻ്റെ നേതൃത്വത്തെ വിമർശിക്കുന്നതായിരുന്നു. അതിന് മറുപടിയായാണ് ഇപ്പോൾ 2 ആൾ പൊക്കമുള്ള കൂറ്റൻ ഫ്ലെക്സുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. സതീശൻ അനുകൂലികൾ നഗരമധ്യത്തിൽ അത് സ്ഥാപിക്കുന്നത്. കോട്ടക്കലിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. സതീശൻ ഇപ്പോൾ PR വർക്കിലൂടെ പാർട്ടിയെയും നേതാക്കളെയും ഒക്കെ മണ്ടരാക്കുകയാണെന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങളും അവിടെ വന്നു. ആ ബാനർ എഴുതിയത് അത് പച്ചപ്പട മലപ്പുറം എന്ന പേരിൽ ആണ് ആ ഫ്ലെക്സുകൾ വന്നത്. അപ്പോൾ നേതാക്കളെ നിങ്ങളോടാണ്, ഉമ്മൻചാണ്ടിയെ പുറകിൽ നിന്ന് കുത്തി സതീശൻ എന്നൊക്കെ ഈ ഫ്ലെക്സ് ബോർഡുകളിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെ നോക്കുമ്പോഴും സതീശനെ അനുകൂലിക്കുന്നതും എതിർക്കുന്നതുമായ ഫ്ലെക്സ് ബോർഡുകളാണെങ്കിൽ പോലും ശ്രദ്ധാകേന്ദ്രം സതീശൻ തന്നെയാണ്. കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഓഫീസിന് താഴെ ചില ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അതൊക്കെ പിന്നീട് അഴിച്ചുമാറ്റുകയൊക്കെ ചെയ്തു. ഏതായാലും തിരഞ്ഞെടുപ്പ് കാലത്ത് അടങ്ങിയിരുന്ന കോൺഗ്രസിനകത്തെ ഗ്രൂപ്പുകൾ ഇപ്പോൾ വീണ്ടും പതുക്കെ പുറത്തേക്ക് വരുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ അതിന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ വീണ്ടും സജീവമായാൽ എന്ത് സംഭവിക്കും എന്ന ഒരു ചോദ്യം ഉയരുകയാണ്. ഇടുക്കിയിൽ കാണുന്നത് സതീശനെ പിന്തുണച്ചും എതിർത്തുമുള്ള ഫ്ലെക്സുകളാണ്. മറ്റു പലയിടത്ത് സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളാണ്. വോട്ട് എണ്ണൽ പൂർത്തിയാകുന്നതോടെ ഇത്തരം അവകാശവാദങ്ങൾ കൂടുതൽ ശക്തമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കേരള രാഷ്ട്രീയത്തിൽ ഒരു വേറിട്ട ശബ്ദമായി തന്നെയാണ് VD സതീശൻ ഉയർന്ന് വന്നിട്ടുള്ളത്.
അത് ഒരു വേറിട്ട സ്വരമായ ആയി തന്നെയാണ് വി ഡി സതീശൻ എന്ന നേതാവ് ഉയർന്നു വന്നിട്ടുള്ളത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചലനങ്ങളിൽ രൂപം കൊണ്ട ഒരു രാഷ്ട്രീയ യാത്രയാണ് വി ഡി സതീശൻ്റെത്. അത് തേവര സേക്രഡ് ഹാർട്ട്സ് കോളേജിൽ നിന്ന്, അവിടുത്തെ ക്യാമ്പസിൽ നിന്ന് ആരംഭിക്കുന്നു. പിന്നീട് സർവകലാശാല രാഷ്ട്രീയത്തിലേക്ക് വ്യാപിക്കുന്നു. എം ജി സർവകലാശാല യൂണിയൻ ചെയർമാനായിക്കൊണ്ട് സ്വയം രാഷ്ട്രീയ കേരളത്തിൽ അടയാളപ്പെടുത്തുന്നു. പക്ഷേ പൊതുമണ്ഡലത്തിലേക്ക് ഇറങ്ങിയ വി ഡി സതീശൻ ആദ്യം തോൽവിയാണ് രുചിച്ചത്. 1996 ആദ്യ പരീക്ഷണം അവിടെ തോറ്റു. പക്ഷേ ആ തോൽവി കൊണ്ട് ആ യാത്ര അവസാനിക്കുന്നില്ല. 1116 വോട്ടുകൾക്ക് പി രാജുവിനോട് പരാജയം നേരിട്ട സതീശൻ അതൊരനുഭവമാക്കി കരുത്താക്കി മുന്നേറുന്നു. 5 വർഷത്തിനപ്പുറം 2001 ജനവിശ്വാസത്തിന്റെ വാതിലുകൾ തുറക്കുന്നു. 50% വോട്ടുകളോടെയാണ് പി രാജുവിനെ അതേ മണ്ഡലത്തിൽ പിന്നീട് സതീശൻ നിരാശനാക്കിയത്. പിന്നെ വിജയങ്ങളുടെ ഒരു തുടർച്ചയാണ്. അദ്ദേഹം നിയമസഭയിലെ സ്ഥിര സാന്നിധ്യമാകുന്നു. ഓരോ തിരഞ്ഞെടുപ്പും ഓരോ പുതിയ അംഗീകാരമായി വരുന്നു. ഒരു വിജയം, അത് വ്യക്തമായ ഒരു ശക്തമായ പാതയിലൂടെ മുന്നേറാൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് കഴിയുന്നു. നിയമസഭയിൽ ഒരു വലിയ ശബ്ദമായി ഉയരാൻ കഴിയുന്നു. അപ്പോൾ അന്യസംസ്ഥാന ലോട്ടറിക്കെതിരെയുള്ള പോരാട്ടം ശ്രദ്ധേയമാണ്. പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള വി ഡി സതീശൻ്റെ നിലപാടുകൾ ശ്രദ്ധേയമാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടിന് വേണ്ടി നൽകിയ പിന്തുണ വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെ വലിയൊരു സാമൂഹിക ഉത്തരവാദിത്വമുള്ള ഒരു നേതാവ് എന്ന പ്രതിച്ഛായയും മുഖവും നേടിയെടുക്കാൻ സതീശന് കഴിഞ്ഞു. ആ ചുമതലകളിൽ അദ്ദേഹത്തിൻ്റെ നേട്ടം കേരളം കണ്ടതാണ്. AICC സെക്രട്ടറിയായി, KPCC വൈസ് പ്രസിഡന്റായി സംഘടനയുടെ വിവിധ തലങ്ങളിൽ അദ്ദേഹം കഴിവുകൾ പ്രകടിപ്പിച്ചു. ഇന്ന് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി ഡി സതീശൻ്റെ വാക്കുകൾക്ക് രാഷ്ട്രീയ ഗൗരവം ഏറെയാണ്. നിലപാടുകൾക്ക് പൊതുജന പിന്തുണയും ഏറെയാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ സ്വപ്നങ്ങളിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇപ്പോഴൊരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന വഴിത്തിരിവിലെത്തി നിൽക്കുന്നു എന്നതാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മനോഹരമായ ദൃശ്യം. അതാണ് വി ഡി സതീശൻ്റെ കഥ. പോരാട്ടത്തിലൂടെ വളർന്ന് നിലപാടുകളിൽ ഉറച്ച് വിശ്വാസത്തിലൂടെ ഉയർച്ചയിലേക്ക് വന്ന ഒരു നേതാവിൻ്റെ കഥയായാണ് വി ഡി സതീശൻ സ്വയം അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് ഏറെക്കുറെ ഉത്തരങ്ങൾ ചെന്നെത്തുന്നത് വി ഡി സതീശനിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൽ ആദ്യം ലീഗിൻ്റെ ഒരു പിന്തുണ ലഭിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും ലീഗ് ഇപ്പോൾ ആ നിലപാടുകൾ മയപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി ചർച്ചകളിൽ വി ഡി സതീശനുള്ള പിന്തുണ പിൻവലിച്ചോ ലീഗ് എന്നറിയില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ലീഗ് വ്യക്തമാക്കുകയാണ്. മുഖ്യമന്ത്രി ആരാകണമെന്ന് ലീഗ് പറഞ്ഞിട്ടില്ലെന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഇന്ന് പറയുകയാണ്. ജനവികാരം വി ഡി സതീശന് അനുകൂലമാണ് എന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന കോൺഗ്രസിനകത്തും പുറത്തുമൊക്കെ വലിയ ചർച്ചയായി. അങ്ങനെ ആ ചർച്ച വലിയ തോതിൽ വിവാദത്തിലേക്ക് കടന്നൊരു സാഹചര്യത്തിലാണ് വിശദീകരണവുമായി ലീഗ് എത്തുന്നത്. ഇനി അടുത്ത ഘട്ടത്തിൽ ലീഗ് എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് വ്യക്തമല്ല. UDF അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിയുമെന്ന് അവർ പറയുന്നു. ഘടകകക്ഷി എന്ന നിലയിൽ ലീഗിനോട് അഭിപ്രായം ചോദിച്ചാൽ അന്ന് നിലപാട് വ്യക്തമാക്കും എന്ന് അവർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.